ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ചോദിച്ചിട്ട് എല്ലാവരും. മൈലാഞ്ചി എങ്ങനെ ഒരു രസമുണ്ടാവും ഈ കയ്യിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം ചോദിച്ചിട്ടുള്ള ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആരുടെ കല്യാണമാണ്? ആരെ കല്യാണമെന്ന് വെച്ചാൽ ഇവിടുത്തെ എൻ്റെ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു വീട് പൊളിച്ചിട്ട് 2 വർഷമായിട്ട് നമ്മളെ കൂട്ടത്തിലാണ്. അപ്പോൾ മോളെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇപ്പോൾ മോൻ്റെ കല്യാണമാണ്. ഓൻ അവധിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീടായിട്ട് ഇപ്പോൾ ഏതായാലും കല്യാണം നടക്കില്ലല്ലോ. അപ്പോൾ വീടും ആവണം, കല്യാണം നടക്കണം, ഒക്കെ നടക്കണം. അപ്പോൾ നമ്മൾ വീടാകാതെ തന്നെ നമ്മളുള്ള വീട്ടിലേക്ക് നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരണം കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളും അവരെ പോലെ തന്നെ, അവരും നമ്മളെ പോലെ തന്നെ, അത്ര തന്നെ. അതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം അതാണ്, ആരുടെ കല്യാണമാണ്? പിന്നെ അടുത്ത ചോദ്യം, ആരാണ് പ്രസവിച്ചത്? പ്രസവിച്ചത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ 4ാമത്തെ അനിയത്തിയാണ് പ്രസവിച്ചത്. 2ാമത്തെ പ്രസവമാണ്. അപ്പോൾ മലപ്പുറത്തുനിന്ന് മലപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചത്. അപ്പോൾ 9 മാസം പൂർത്തിയായതിന് ശേഷം പറഞ്ഞു, ഇവിടെ പറ്റൂല, ഇവിടെ സൗകര്യങ്ങളൊക്കെ കമ്മിയാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മഞ്ചേരി പോയി കാണിക്കണം. ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മഞ്ചേരി പോകണമെന്ന് പറഞ്ഞ് അവിടേക്ക് എഴുതി തന്നു. അങ്ങനെ നമ്മൾ മഞ്ചേരി പോയി. അവിടെ ഒരാഴ്ച മുന്നേ കാണിച്ചു. പിറ്റേതാഴ്ച വരാൻ പറഞ്ഞു. വന്നു. കുറച്ച് ടൈം ഒക്കെ കാത്തിരുന്നു കേട്ടോ. പെട്ടെന്നൊന്നും സിസേറിയൻ ചെയ്തതല്ല. അങ്ങനെ പിന്നെ കാത്തിരുന്നു. അതായത് സുഖപ്രസവം അല്ലാന്ന് കണ്ടപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്താക്കി, ഓപ്പറേഷനാക്കിട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ കുട്ടിക്കും തള്ളക്കും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ലിയത്ത, നിങ്ങളെ കുടുംബമാണോ റഹീം നിങ്ങൾ ആരാണ്? റഹീം എൻ്റെ മാമൻ്റെ മോളെ ഇളച്ചനാണ്. അതായത് നമ്മളിവിടെ ഇളച്ചനെന്ന് പറയും. അതായത് ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം, റഹീമിൻ്റെ ഏട്ടനാണ് എൻ്റെ മാമൻ്റെ മോളെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്, നല്ല അടുത്ത ബന്ധമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റഹീമിനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളടുത്തേക്ക് റഹീം എത്തട്ടെ. പറയുന്നുണ്ട് 3 ആഴ്ചയൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഏതായാലും റഹീം പെട്ടെന്ന് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. കൂടെ നിങ്ങളെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ വന്നിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ കല്യാണം എല്ലാവരും സൗണ്ട് ബോക്സൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും ഒന്ന് അമർന്ന് കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് ഉറക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ തരാനായിട്ട് ഇരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും കേട്ടോ. ഒന്ന് ഒഴിവാവട്ടെ, ഒഴിവില്ല, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. അപ്പം ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇന്നങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. വീട് ഇപ്പോൾ സൈലൻ്റ് ആയതാണ് കേട്ടോ. ഇതുവരെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഇപ്പോൾ എല്ലാവരും സംശയം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.